സമ്പത്തിനേക്കാൾ പ്രധാനം ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന സന്തോഷവും ബറക്കത്തുമാണ്. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ? അന്തിപ്പകൽ അധ്വാനിക്കുന്നതും സ്വപ്നങ്ങൾ നെയ്യുന്നതുമെല്ലാം സ്വന്തത്തിനും കുടുംബത്തിനും സാമ്പത്തിക ഭദ്രതയും മനസ്സമാധാനവും കൈവരിക്കാനാണ്. എന്നാൽ ആവോളം സമ്പാദിച്ചിട്ടും മനസ്സിൽ സന്തോഷമില്ലാതെ, കയ്യിൽ പണം തങ്ങാതെ, വീടുകളിൽ ശാന്തിയില്ലാതെ വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുന്നവർ ഇന്നു ധാരാളമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും നഷ്ടപ്പെടുന്നത്? നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീക്കും മനസ്സമാധാനവും ഉണ്ടാകാൻ ഇസ്ലാം കാണിച്ചു തരുന്ന വഴികൾ ഏതെല്ലാമാണ്? വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ പെയ്ച്ചു തരും, സമ്പത്തുകളും മക്കളും നൽകി നിങ്ങളെ അവൻ സഹായിക്കുകയും ചെയ്യും. സൂറത്തു നൂഹ് 10 മുതൽ 12 വരെ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയാണെങ്കിൽ, തഖ്വ പാലിച്ചാൽ, അള്ളാഹു അവനൊരു വഴി തുറന്നുകൊടുക്കുകയും അവൻ കണക്കുകൂട്ടാത്ത വഴികളിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. സൂറത്തു അത്വലാഖ് 2-3. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. സൂറത്ത് ഇബ്രാഹിം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത വാക്കുകൾ. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, സമ്പാദകൻ, അന്ത്യനാളിൽ പ്രവാചകന്മാരുടെയും സത്യവാൻമാരുടെയും രക്തസാക്ഷികളുടെയും കൂടെയായിരിക്കും. സുനനുത്ത് തിർമിദി. വല്ലവനും തന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകാനും ആയുസ്സിൽ ബറകത്ത് ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. സ്വഹീഹുൽ ബുഖാരി. നിങ്ങൾ അള്ളാഹുവിൽ അർഹിക്കുന്ന വിധം തവക്കൽ ചെയ്യുകയാണെങ്കിൽ രാവിലെ വിശപ്പോടെ പുറപ്പെട്ടു വൈകുന്നേരം വയറു നിറഞ്ഞു മടങ്ങുന്ന പക്ഷികളെപ്പോലെ അള്ളാഹു നിങ്ങൾക്കും റിസ്ക് നൽകുന്നതാണ്. സുനനൂത്ത് തിർമിദി. സമ്പാദ്യം ഹലാലാക്കി മാറ്റാനും പാപമോചനത്തിലൂടെയും കുടുംബബന്ധങ്ങൾ പുലർത്തുന്നതിലൂടെയും സാമ്പത്തികമായ അഭിവൃദ്ധിയും കുടുംബത്തിൽ സന്തോഷവും നേടിയെടുക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും വെളിച്ചത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിത സന്തോഷവും നേടാനുള്ള വഴികൾ വിശദീകരിക്കുന്ന വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരൂർ മണ്ഡലം വിജ്ഞാനവേദി. വിഷയം: സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ. പ്രഭാഷകൻ അർഷദ് അൽ ഹിക്കമി. തീയതി 24 ജൂലൈ 2026, വെള്ളിയാഴ്ച. സമയം രാത്രി 7:30 PM. സ്ഥലം: മസ്ജിദ് അൽ ഹിക്മ, താഴെപ്പാലം. നമ്മുടെ സമ്പാദ്യത്തിലും ജീവിതത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും സന്തോഷവും വർഷിക്കാൻ ഈ സദസ്സ് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ മഹത്തായ അറിവിൻ്റെ സദസ്സിലേക്ക് പ്രിയപ്പെട്ട ഏവരെയും കുടുംബസമേതം സാദരം ക്ഷണിക്കുന്നു. നന്മയുടെ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുമല്ലോ. സംഘാടനം: വിസ്ഡം യൂത്ത്, തിരൂർ സോൺ.